Once again, welcome back to KCS Open University. KCS Open Universityയുടെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദിസ് ഇസ് കിരൺ CS. +2 റിസൾട്ട് വന്നതിന് ശേഷം, അതുപോലെ തന്നെ ഡിഗ്രി റിസൾട്ട് വന്നതിന് ശേഷം ഒരുപാട് കുട്ടികളുടെ ഭാഗത്ത് വന്നിട്ടുള്ള 1-2 ചോദ്യങ്ങൾക്കുള്ള മറുപടിയും അതുമാത്രമല്ല ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയുള്ള ഒരു അപ്ഡേഷനുമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. നമുക്കറിയാം ഏറ്റവും കൂടുതൽ കോമേഴ്സ് സ്റ്റുഡൻസ് പഠിക്കുന്നത് റെഗുലറിനേക്കാൾ കൂടുതൽ ഡിസ്റ്റൻസ് ആയിട്ടാണ്. സോ ഈ ഒരു അക്കാഡമിക് കേരളത്തിൽ വന്നിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മാറ്റം എന്ന് പറയുന്നത് 4 ഇയർ UG പ്രോഗ്രാമാണ്. സോ റെഗുലർ സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള ആപ്ലിക്കേഷൻ ഓൾറെഡി പല യൂണിവേഴ്സിറ്റീസും അല്ലെങ്കിൽ കേരളത്തിലെ എല്ലാ യൂണിവേഴ്സിറ്റീസും വിളിച്ചു കഴിഞ്ഞു. സോ ആ ഒരു സമയത്ത് ഡിസ്റ്റൻസ് ആയിട്ട് പഠിക്കാൻ താല്പര്യമുള്ള കുട്ടികൾ ഒരുപാടുണ്ട്. നമുക്കറിയാം എല്ലാ കുട്ടികൾക്കും റെഗുലർ പോസിബിൾ അല്ല. സോ ഏത് യൂണിവേഴ്സിറ്റിയിലാണ് ഡിസ്റ്റൻസ് പഠിക്കുന്നത് ഏറ്റവും നല്ലത്? കോൾ ഫോർ ചെയ്തിട്ടുണ്ടോ യൂണിവേഴ്സിറ്റി? എന്തൊക്കെയാണ് അതിൻ്റെ അപ്ഡേഷൻ എന്നുള്ളത് കുറച്ച് ദിവസങ്ങളായിട്ട് ഏറ്റവും കൂടുതൽ വരുന്ന ചോദ്യങ്ങളാണ്. സോ അതിലെ ആദ്യത്തെ അപ്ഡേഷൻ വന്നിരിക്കുന്നത് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെയാണ്. അപ്പോൾ അതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ആദ്യം പറയുന്നത്. അപ്പോൾ ഇതുവരെ ഇപ്പം നമ്മുടെ മെയിൻ ചാനലായിട്ടുള്ള KCS ക്ലാസ്സസിൽ നമ്മൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അതുപോലെ തന്നെ ഭാരതീയർ യൂണിവേഴ്സിറ്റി കോഴ്സസിനെ റിലേറ്റ് ചെയ്തുള്ള വീഡിയോസാണ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ നമ്മുടെ KCS ഓപ്പൺ യൂണിവേഴ്സിറ്റി ഈ ഒരു ചാനലിലൂടെ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെയും അതുപോലെ തന്നെ സെൻട്രൽ യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള IGNOU ഈ 2 യൂണിവേഴ്സിറ്റിയുടെയും റിലേറ്റ് ചെയ്തിട്ടുള്ള വീഡിയോസ് ആയിരിക്കും ഈ ഒരു ചാനലിൽ ഉണ്ടാവുക. അപ്പോൾ കഴിഞ്ഞ ദിവസം ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് വന്നിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആ ഒരു അപ്ഡേഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. രജിസ്ട്രേഷൻ ജൂലൈ സെഷനിലേക്കുള്ള അഡ്മിഷൻ, ഈ ഒരു അക്കാഡമിക് ഇയറിലേക്കുള്ള അഡ്മിഷൻ ഈ മാസം 15-ാം തീയതി മുതൽ ആരംഭിക്കാൻ പോവുകയാണ്. അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു നോട്ടിഫിക്കേഷനാണ് അവർ വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ സ്ഥാപനം MCOM അതുപോലെ തന്നെ BCom BBA ഈ 3 കോഴ്സസിനാണ് കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്നത്. സോ അതിൻ്റെ സിലബസ് എന്താണ്? ദെൻ എപ്പോഴും കുട്ടികളൊരു കമ്പാരിസൺ ചോദിക്കാറുണ്ട്, കാലിക്കറ്റ് വേണോ അതല്ലെങ്കിൽ ഭാരതിയാർ വേണോ? ഇപ്പം ഇതൊരു പുതിയ യൂണിവേഴ്സിറ്റിയാണ്, നമുക്കറിയാം ശ്രീനാരായണ ഒരു ഓപ്പൺ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത്. അതിലോട്ട് പോകുന്നോ അതുപോലെ തന്നെ IGNOU വേണോ? അപ്പോൾ അങ്ങനെ ഒരു കൺഫ്യൂഷൻ എപ്പോഴും ചോദിക്കുന്നതാണ്. അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ഞാൻ നമ്മുടെ ചാനലിൽ ഇന്നോ നാളെയോ ആയിട്ട് KCS മെയിൻ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ മെയിനായിട്ട് ശ്രീനാരായണ ഒരു ഓപ്പൺ യൂണിവേഴ്സിറ്റീനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളിലോട്ടാണ് പോകുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി എസ്റ്റാബ്ലിഷ്ഡ് ബൈ ഗവൺമെൻറ് ഓഫ് കേരള UGC അപ്രൂവ്ഡ് ആയിട്ടുള്ള 28 കോഴ്സസ് ആണ് ഇവരിപ്പോൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അതിൻ്റെ ഡീറ്റെയിൽസ് കാണാം. 4 ഇയർ UG ഓണേഴ്സ് ഡിഗ്രി പ്രോഗ്രാംസ് 8 സെമസ്റ്ററിൻ്റെ നമുക്ക് 3 വർഷം കഴിയുമ്പോൾ അതിൽ നിന്ന് എക്സിറ്റ് ചെയ്ത് പോരാനുള്ള അവസരമുണ്ട്. ലാസ്റ്റ് ഇയർ നിങ്ങൾക്ക് വേണമെങ്കിൽ ഓപ്റ്റ് ചെയ്ത് മുന്നോട്ട് പോയാൽ മതി. ആ കോഴ്സസ് എന്ന് പറയുന്നത് BBA ആണ് ആദ്യത്തെ, ദെൻ BCom സ്പെഷ്യലൈസേഷനൊക്കെ ഇവിടെ കാണാം, ഫിനാൻസ് കോർപ്പറേഷനൊക്കെ ഉണ്ട്, പിന്നെ BA പ്രോഗ്രാംസ് ഉണ്ട്. 3 ഇയറിലാണെങ്കിലും ഈ പറയുന്ന പ്രോഗ്രാംസ് ഒക്കെയാണ് വരുന്നത്. BAയുടെ പ്രോഗ്രാംസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ദെൻ മാസ്റ്റർ പ്രോഗ്രാമിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് MCom ആണ്. അപ്പോൾ അതിൻ്റെ ആപ്ലിക്കേഷൻ ഡേറ്റിൻ്റെ ഡീറ്റെയിൽസ് താഴെ പറയുന്നുണ്ട്. ഓൺലൈൻ രജിസ്ട്രേഷൻ 15/6 ആരംഭിക്കാൻ പോവുകയാണ് ഈ മാസം. അത് 31 ജൂലൈ 2024 വരെ ഉണ്ടായിരിക്കും, സബ്ജക്റ്റ് ടു UGC ഓർഡേഴ്സ്. ഇതാണ് പറയുന്നത്. അപ്പോൾ കണ്ടോ, ഇവിടെ 4 വർഷ ബിരുദഘടനയ്ക്ക് UGCയുടെ അംഗീകാരം ലഭിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ ഓപ്പൺ യൂണിവേഴ്സിറ്റിയാണ് ശ്രീനാരായണ ഒരു ഓപ്പൺ യൂണിവേഴ്സിറ്റി. അപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ട് ദി അഡ്മിഷൻ പ്രോസ്പെക്ടസ് ആൻഡ് പ്രൊസീജിയേഴ്സ് വിൽ ബി അപ്ലോഡഡ് സൂൺ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓൾറെഡി എന്താണ് ഗ്രാജുവേറ്റ് ആൻഡ് പോസ്റ്റ് ഗ്രാജുവേറ്റ് പ്രോഗ്രാംസിൻ്റെ ഇതിനേക്കാൾ മുമ്പുള്ളതിൻ്റെയൊക്കെ സിലബസും കാര്യങ്ങളൊക്കെ ഇവർ ഇതിൻ്റെ കൂടെ തന്നെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ BCom നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന BCom അതിൻ്റെ ഡീറ്റെയിൽസ് സിലബസ് ഉണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. BBAയുടെ ഉണ്ട്, അതുപോലെ തന്നെ MComൻ്റെ ഉണ്ട്. അപ്പോൾ നമുക്ക് 15-ാം തീയതി ഇതിൻ്റെ അഡ്മിഷനും മറ്റു കാര്യങ്ങളൊക്കെ എക്സ്പെക്റ്റ് ചെയ്യാം. അപ്പോൾ ഈ ഒരു യൂണിവേഴ്സിറ്റിയിൽ താല്പര്യമുള്ള കുട്ടികൾ, ഇതിൻ്റെ സെൻറ്ററുകളൊക്കെ ഉള്ള നിങ്ങൾ ഏത് ഡിസ്ട്രിക്റ്റ് ആണെങ്കിലും നിങ്ങൾക്ക്
നിയറസ്റ്റ് സെൻറ്റേഴ്സും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ഓപ്റ്റ് ചെയ്യാൻ സാധിക്കും. ഇവർക്ക് ഉള്ള സെൻറ്റർ ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ ഉണ്ട്. ഇതൊക്കെയാണ് പ്രോഗ്രാംസ്, ഇതൊക്കെയാണ് സെൻറ്റേഴ്സ് ഉള്ള അറ്റ് പ്രസൻറ്റ്. ഇതിൽ നോക്കി കാണാം, കോഴിക്കോട് ഉണ്ട്, കൊല്ലം ഏരിയ ഉള്ളത്, ട്രിവാൻഡ്രം, അതുപോലെ തന്നെ പത്തനംതിട്ട, ദെൻ വീണ്ടും കൊല്ലം ഒരെണ്ണം കാണാനുണ്ട്, ട്രിവാൻഡ്രം, വിക്ടോറിയ കോളേജ്, പാലക്കാട്, പാലക്കാട് ശ്രീ നീലകണ്ഠ ഗവൺമെൻറ് സാൻസ്ക്രിറ്റ് കോളേജ്, ദെൻ തൃശ്ശൂർ വരുന്നത് ഗവൺമെൻറ് കോളേജ് കുട്ടനല്ലൂരാണ്, നമ്മൾ പഠിച്ച കോളേജാണ്. അതൊക്കെ ഇപ്രാവശ്യം മുതലാണ് അവർ സെൻറ്ററായിട്ട് വന്നിട്ടുള്ള. പിന്നെ അപ്പോൾ ഓരോ നിങ്ങളുടെ ഡിസ്ട്രിക്റ്റ് ഏതാണെങ്കിൽ അതനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഓപ്റ്റ് ചെയ്യാം കേട്ടോ. കൊച്ചിയിലുള്ളത് പറഞ്ഞിട്ടുണ്ട്. പിന്നെ സെൻറ്ററുകളുള്ളത് എവിടെയൊക്കെയാണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഇതാ മലപ്പുറം ഗവൺമെൻറ് കോളേജ് മുണ്ടപ്പറമ്പ, ദെൻ ഫറൂഖ് കോളേജ് ഉണ്ട്, കണ്ണൂർ, വയനാട്, ഇനി ഏതെങ്കിലും സെൻറ്റർ ഉണ്ടോയെന്ന് അറിയില്ല. ഇല്ല, ഇത്രയാണ് ഉള്ളത്. അപ്പോൾ പല സെൻറ്ററുകളും ഇപ്രാവശ്യം പുതിയതാണ്, ആദ്യമായിട്ട് തുടങ്ങിയിട്ടുള്ളതുണ്ട്. ബിക്കോസ് ഈ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് നമുക്കറിയാം ഒരു പുതിയ യൂണിവേഴ്സിറ്റിയാണ്. അപ്പോൾ ഈ യൂണിവേഴ്സിറ്റി സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഗവൺമെൻറ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് കേരളത്തിലുള്ള മറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഡിസ്റ്റൻസോ എല്ലാതും ഇനി ശ്രീനാരായണ ഒരു ഓപ്പൺ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്ന ഒറ്റ യൂണിവേഴ്സിറ്റിയിൽ പ്രൊവൈഡ് ചെയ്യാനാണ് അവർ ഉദ്ദേശിക്കുന്നതാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒരു ബിഗിനിങ് സ്റ്റേജ് ആണ്. അപ്പോൾ എന്നാലും എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട് ഏത് യൂണിവേഴ്സിറ്റിയിലേക്കാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ഞാനിന്ന് ചെയ്യുന്നുണ്ട്. ബട്ട് ഞാൻ എപ്പോഴും കുട്ടികൾക്ക് ഫസ്റ്റ് സജഷൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഡിസ്റ്റൻസ് വിളിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീടിൻ്റെ അടുത്താണ് എങ്കിൽ, ഇപ്പോൾ ഓരോരുത്തരും ഇപ്പോൾ എൻ്റെ ഈ വീഡിയോ കാണുന്നവർ പല ഡിസ്ട്രിക്റ്റിലായിരിക്കും. ഞാൻ എപ്പോഴും പറയും കാലിക്കറ്റ് എന്ന് പറയുമ്പോൾ ഒരു 5 ഡിസ്ട്രിക്റ്റാണ് മെയിനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ളത്. ഇപ്പം നിങ്ങൾക്ക് നിയറസ്റ്റ് ആയിട്ടുള്ളൊരു യൂണിവേഴ്സിറ്റി കാലിക്കറ്റ് ആണെങ്കിൽ നിർബന്ധമായും കാലിക്കറ്റ് ചെയ്യാനേ ഞാൻ പറയുള്ളൂ. എസ്പെഷ്യലി MCOM BCOM ഒക്കെ, കാരണം ഏറ്റവും ബെസ്റ്റ് സിലബസ് കാലിക്കറ്റ് തന്നെയാണ്. ഇപ്പോൾ നെറ്റിനൊക്കെ പ്രിപ്പയർ ചെയ്യാൻ പോകുന്ന കുട്ടികളാണെങ്കിൽ ഏറ്റവും നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും കാലിക്കറ്റാണ്. ഓക്കെ, അപ്പോൾ ഞാൻ സെപ്പറേറ്റ് വീഡിയോയിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂടെ ഞാനിതിൻ്റെ സിലബസ് ഇതിപ്പോൾ MCOMൻ്റെ ഓൾറെഡി അവൈലബിൾ ആയിട്ടുള്ള സിലബസ്, ഇതിപ്പോൾ 2023 അഡ്മിഷൻ മുതലുള്ള സിലബസിൻ്റെ ഡീറ്റെയിൽസ് ആണ്. MCOM പ്രോഗ്രാമിൻ്റെ ഒക്കെ വരുന്ന സമയത്ത് ഫസ്റ്റ് സെമസ്റ്ററിൽ ഉള്ള പേപ്പേഴ്സ് റിസർച്ച് മെത്തഡോളജി, ബിസിനസ് എത്തിക്സ് ആൻഡ് കോർപ്പറേറ്റ് ഗവർണൻസ്, ലീഗൽ ആസ്പെക്ട്സ് ഓഫ് ബിസിനസ് അനലറ്റിക്സ്, ഇങ്ങനെ 4 എണ്ണം. ദെൻ സെക്കൻഡ് സെമസ്റ്ററിൽ വരുന്നത് ഈ ബിസിനസ് ആൻഡ് സൈബർ ലോ, ഗ്ലോബൽ ബിസിനസ് ആൻഡ് ഓപ്പറേഷൻസ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, QT പേപ്പർ, ബിസിനസ് പോളിസി ആൻഡ് സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ്. പിന്നെ തേർഡ് സെമസ്റ്ററിൽ വരുന്ന പേപ്പേഴ്സ് ഇതൊക്കെയാണ്. ഇൻവെസ്റ്റ്മെൻറ്റ് മാനേജ്മെൻറ്റ്, ഇൻകം ടാക്സ്, മാർക്കറ്റിംഗ് ആൻഡ് ഫിനാൻസിൻ്റെ സ്പെഷ്യലൈസേഷൻ, ഫോർത്ത് സെമസ്റ്ററിൽ വരുന്ന ഡീറ്റെയിൽസ് ഇതൊക്കെ. BBA ഉണ്ട്. അതുപോലെ BBA ഒരു 6 സെമസ്റ്ററിൻ്റെ ഡീറ്റെയിൽസ്. ഫസ്റ്റ് സെമസ്റ്ററിൽ വരുന്ന പേപ്പേഴ്സ് ഇതൊക്കെയാണ്. അക്കൗണ്ടിങ് പേപ്പർ വരുന്നുണ്ട്, ലാംഗ്വേജ്. ദെൻ സെക്കൻഡ് സെമസ്റ്ററിൽ വരുന്നത് മാർക്കറ്റിംഗ്, ലാംഗ്വേജ് പേപ്പേഴ്സ്. ദെൻ തേർഡ് സെമസ്റ്ററിൽ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് വരുന്നു, HRM വരുന്നു. ഫോർത്ത് സെമസ്റ്ററിൽ വരുന്ന ഡീറ്റെയിൽസ്. ഫിഫ്ത്തിൽ സ്പെഷ്യലൈസേഷൻ വരുന്നു. ദെൻ സിക്സ്ത് സെമസ്റ്ററിലുള്ള പേപ്പേഴ്സ് ടാക്സ് വരുന്നു. അതുപോലെ തന്നെ BCOMൻ്റെയും ഇതിപ്പോൾ ഓൾറെഡി അവർ സിലബസ് വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. ഓൾറെഡി ആദ്യം മുതൽ തന്നെയുള്ള സിലബസ് തന്നെയാണത്. അപ്പോൾ മേ ബി ഈ പറഞ്ഞ 3 വർഷത്തെ സിലബസിൽ ചിലപ്പോൾ മാറ്റം ഉണ്ടാവാൻ സാധ്യതയില്ല. 4ാമത്തെ വർഷത്തിലാണല്ലോ പുതിയൊരു ചേഞ്ചസ് ഒക്കെ വരണ്ടേ. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഏത് ഡിസ്ട്രിക്റ്റിലാണെങ്കിൽ അതിൻ്റെ സെൻറ്റർ ഡീറ്റെയിൽസ് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ആ സെൻറ്ററിലോട്ട് കോൺടാക്റ്റ് ചെയ്തിട്ട് എന്തൊക്കെയാണ് നിങ്ങളുടെ അഡീഷണൽ ഡൗട്ട്സ് എന്നുള്ളത് ചോദിക്കാം. അതല്ലെങ്കിൽ നമ്മളായിട്ട് കോൺടാക്റ്റ് ചെയ്യാനും സാധിക്കും കേട്ടോ. അപ്പോൾ 15-ാം തീയതി മുതലാണ് നിങ്ങൾക്ക് ശ്രീനാരായണ ഒരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ ഒരു കോഴ്സ് ചെയ്യാനാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ പോസിബിൾ ആവുക. അപ്പോൾ അഡ്മിഷൻ്റെ കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ മറ്റ് ഡീറ്റെയിൽസ് നമ്മളെ ചാനലിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അത് മാത്രമല്ല നമ്മൾ ഈ 3 കോഴ്സ് MCOM, അതുപോലെ തന്നെ MCOM, BCOM, BBA ഈ 3 കോഴ്സിനും ഓൺലൈനായിട്ട് നമ്മൾ കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ സാധിക്കും. അതുമാത്രമല്ല നമ്മുടെ ചാനലിലൂടെ KCS ഓപ്പൺ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്ന ഈ ചാനലിലൂടെ നിങ്ങൾക്ക് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിൻ്റെ വീഡിയോസ്
ഈ കോഴ്സിനെ റിലേറ്റ് ചെയ്തിട്ടുള്ളത്, നിങ്ങൾ എങ്ങനെ പഠിക്കണം, സ്മാർട്ടായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള എൻറ്റയർ വീഡിയോസ് നിങ്ങൾക്ക് എക്സ്പെക്റ്റ് ചെയ്യുകയും ചെയ്യാം കേട്ടോ. ഓക്കെ, എന്ന് വെച്ചാൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എൻറ്റയർ സപ്പോർട്ട് ഉണ്ടായിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ പറയാനുള്ളത്. ഇനി നിങ്ങളുടെ എന്ത് സംശയങ്ങളും നിങ്ങൾ കമൻറ്റായിട്ട് പറയാം, അതിനുള്ള മറുപടി ഞാൻ വീഡിയോസിലൂടെ നൽകുന്നതായിരിക്കും. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.